ഹായ്. ഡോൺ ബ്രീത്ത് ഈവിൾ ഡെഡ് ഈ സിനിമയുടെ സംവിധായകൻ ഫെഡെ അൽവാരസിൻ്റെ പുതിയ ചിത്രമാണ് ഏലിയൻ റോമുലസ്. അതുതന്നെയാണ് സിനിമ കാണാനുള്ള പ്രധാന മോട്ടീവ്. നമുക്ക് ഏലിയൻ ഫ്രാഞ്ചൈസി സിനിമകൾ ഏകദേശം 9 സിനിമകളുണ്ട്. ഇത് ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇതിൻ്റെ കൃത്യമായ മേക്കിങ്ങും കൃത്യമായ ഫാൻ ബേസൊക്കെ ഉള്ള പടങ്ങളാണ് ഏലിയൻ ഫ്രാഞ്ചൈസിയിൽ ഇറങ്ങുക. ഏലിയനും ഏലിയൻസിനും ഇടയിലുള്ളൊരു ചിത്രം, അതിൻ്റെ കറക്റ്റ് മിഡിലിൽ ഫിറ്റാവുന്നൊരു ചിത്രമായിട്ടാണ് ഏലിയൻ റോമുലസിനെ നമുക്ക് കാണാൻ പറ്റുക. കെയ്ലി സ്പെയിൻ, ഡേവിഡ് ജോൺസൺ ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇവരൊരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നുള്ളത്. പക്ഷേ ഡേവിഡ് ജോൺസൺ അഭിനയിക്കുന്ന ആൻഡി എന്ന് പറയുന്ന കഥാപാത്രം ഒരു AI ജനറേറ്റഡ് കഥാപാത്രമായിട്ട് വരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വർക്കാവുന്ന ഇമോഷൻസൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. റെയിൻ എന്ന് പറയുന്നത് റെയിൻ്റെ എന്താഗ്രഹത്തിനും കൂടെ നിൽക്കുന്ന ഒരു AI സഹോദരനാണ് ആൻഡി. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കളെയും കൂട്ടി ഇവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം ഒരു സ്പേസ് ഷിപ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പോക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് നടക്കുന്ന അപകടങ്ങളും അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സിനിമ മൊത്തത്തിലായി കാണിക്കുന്നുള്ളത്. നമുക്കറിയാം ഈ സിനിമകളിൽ വെച്ചിട്ട് ഈ ഏലിയൻ സിനിമകളിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെഡെ അൽവാരസ് ആണ് സംവിധായകൻ. നമുക്കറിയാം, നമുക്ക് മുൻപേ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി കൊടുക്കുന്ന ഓരോ ഷോട്ട്സിനും ഓരോ സീൻസിനും നമ്മളെ പിടിച്ചു നിർത്താനുള്ള അത് ഈ ഏലിയൻ സിനിമകളുടെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ്. അനാവശ്യമായ ഒരു സീൻ ഉണ്ടാവില്ല, അനാവശ്യമായ ഒരു എന്താ പറയുക അതിൻ്റെ ഷോട്ട്സ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് എന്താണോ വേണ്ടത് ആ സാധനം പക്ക പ്രോപ്പറായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഡോൺ ബ്രീത്തൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ജംപ് സ്കെയർ സീൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ പിടിച്ചിരുത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടിപ്പോകും. ഞാനൊക്കെ തിയേറ്ററിലിരുന്ന് ഞെട്ടുന്ന സംഭവം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്ത് ഞെട്ടുന്ന ഒരാളാണ്. അപ്പോൾ കറക്റ്റ് ഫീലുണ്ട്. സൈലൻസ് കൊടുത്തിട്ട് അത് നമ്മളെ ഞെട്ടിക്കുകയും പിന്നെ ഒരു ലീവായിട്ടുള്ള ഒരു മ്യൂസിക് കൊടുത്തിട്ട് ഞെട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കരമായിട്ടത് വർക്കൗട്ട് ആവുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ആവുന്നുണ്ട്. ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സാധനങ്ങൾ അത് ഫെഡെ അൽവാരസിൻ്റെ മാജിക്കാണ്. പേടിപ്പെടുത്തുന്ന സീൻസൊക്കെ വരുമ്പം ശരിക്കും നമ്മൾ പേടിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഇമോഷൻസ് കറക്റ്റ് വർക്ക് ചെയ്യാൻ നമ്മളിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സീൻസൊക്കെ ഉള്ള അനാവശ്യമായിട്ടൊരു സാധനം പോലും ഇല്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്താണ് കഥയിലേക്കുള്ളൊരു പോക്ക് എന്ന് പറയുന്നതും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂറാണ് സിനിമ ഉള്ളത്. ഈ 2 മണിക്കൂറിൽ നമ്മളെ പിടിച്ചിരുത്തും. ഇത് ഈ ഏലിയൻ സിനിമകളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ അവസാന നിമിഷങ്ങളിൽ വന്നിട്ട് നമ്മൾ തീർന്നു, ഓക്കെ സമാധാനപരമായിട്ടെല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നിട്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവം ഇതിന് പ്രധാനമായിട്ടുണ്ട്. ആ സാധനം ഇവിടെ വർക്കൗട്ടായിട്ടുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് നിൽക്കുമ്പോഴാണ് വലിയൊരു അപകടം മുന്നിൽ വരിക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരികയും അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന പോലെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ആ ക്ലൈമാക്സിൻ്റെ സമയത്ത് കൂടി നമ്മൾ അങ്ങനെ വറീഡാക്കി കളയുന്ന സീൻസ് വരെ ഇതിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാധനം. അതായത് ഏലിയൻ മുമ്പേ ശ്രദ്ധിക്കുന്നവരും ശ്രദ്ധിക്കാത്തവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാത്തവർ പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും പോവാതിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമുക്ക് സിനിമ മനസ്സിലാവും. കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസി സിനിമകൾ ശ്രദ്ധിക്കുന്ന ഏലിയൻസൊക്കെ ആ രീതിയിലുള്ള സിനിമകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ആവും. പക്ഷെ അതൊന്നും കാണാത്തവരാണെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് ഈ സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട്, എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരു സയൻസ് ഫിക്ഷനാണ്. ഇതിൻ്റെ ആർട്ട്, അതായത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നമുക്ക് ജെന്യുവിനായിട്ട് തോന്നും. അതായത് ആർട്ടിഫിഷ്യൽ അല്ല, ഉള്ളതാണ്. പലതും നമുക്ക് എന്താ പറയുക, ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത സാധനങ്ങൾ പോലും നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്, അത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് മനസ്സിലാവില്ല. കൃത്യമായി അത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് തീരെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാണ്ട് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ സയൻസ് ഫിക്ഷൻ ആയാലും ഏലിയൻ ഫ്രാഞ്ചൈസി സിനിമകളായാലും ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയിരുന്ന് കാണാവുന്ന ഒരു അടിപൊളി പടമാണ്. കുറേ കാലമായിട്ട് ഇറങ്ങുന്ന പടങ്ങളിൽ ഇപ്പം ടോപ്പ് ഗണ്ണിന് ശേഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറയുന്നത് ഏലിയൻ റോമുലസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവർ ബൈ.